അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ഹബീബിങ്ങളെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മള് ചലഞ്ചിന്റെ മൂന്നാമത്തെ ദിവസമാണ് അല്ലെ? ഇന്നത്തെ ദിവസം നിങ്ങളുടെ നഫ്സിനെ തിരിച്ചറിയുക. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, ഉള്ളിലാണ്. നമ്മള് ഡേ 1 എന്നെ ഞാൻ അറിഞ്ഞു. ഡേ 2 അള്ളാഹു അല്ലാതെ ഹൃദയം എന്തുകൊണ്ട് അള്ളാഹു ഇല്ലാതെ ഹൃദയം എന്തുകൊണ്ട് ശൂന്യമാവുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ദിവസം എന്റെ നഫ്സ് എങ്ങനെ എന്നെ നിയന്ത്രിക്കുന്നു. എപ്പോഴും നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട്. ഓരോന്നിനും ഓരോ കാരണം കണ്ടെത്തും. അതിന് ഷെയ്ത്താനാണ് കാരണം, ഇങ്ങനെ സംഭവിച്ച ആളുകളാണ് കാരണം, സാഹചര്യമാണ് കാരണം. പക്ഷെ പല തെറ്റുകൾക്കും പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നഫ്സാണ്, നമ്മുടെ മനസ്സ്, അല്ലെ? നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന എന്തോ ഒന്ന്. നഫ്സ് എന്നാൽ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും പ്രവണതകളും എല്ലാം അടങ്ങിയതാണ്. അത് നമ്മെ രണ്ട് വഴികളിലേക്ക് വിളിക്കും. ഒന്ന് അള്ളാഹുവിങ്കിലേക്കുള്ള വഴി, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ വഴി. നഫ്സുൽ അമ്മാറയുടെ ലക്ഷണങ്ങളാണ് നിസ്കാരം മാറ്റിവെക്കല്, കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം, ഇപ്പൊ സമയമില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സമയം കളയാം, 5 മിനിറ്റിന് തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ നിർത്താതിരിക്കുക, ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക. എന്നിട്ട് പിന്നീട് നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും, ദേഷ്യപ്പെടണ്ടില്ലേനെ എന്നുള്ള. നാലാമത്തെ കാര്യം ആളുകളെ താരതമ്യം ചെയ്യാം. അവർക്കൊക്കെ എല്ലാം ഉണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ ഒന്നുമില്ലാത്തത് എന്നുള്ള രീതിയിൽ ഓരോ കാര്യത്തിനും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുക. ഇബാദത്തിനോട് ഒരു മടുപ്പ് ഫീൽ ചെയ്യുക. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ഫോൺ നോക്കാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും എല്ലാത്തിനും സമയമുണ്ട്. നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. പക്ഷെ ഖുർആനിന് സമയം കുറവാണ്. ഇസ്ലാമികമായിട്ടുള്ള ഇബാദത്തിന് സമയം കുറവാണ്. മക്കളെ നോക്കാൻ സമയമുണ്ട്, ഉറങ്ങാൻ സമയമുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ഈ രീതിയിലാണോ നഫ്സ് എങ്ങനെയാണ് നമ്മളെ വഞ്ചിക്കുന്നത് നോക്കാം. നമ്മളോട് നഫ്സുൽ അമ്മാറയിലുള്ള നഫ്സുൽ അമ്മാറ നമ്മളോട് പറയുന്നത് അത് നാളെ തുടങ്ങാം. ഇത് ചെറിയൊരു തെറ്റല്ലേ, എല്ലാരും ചെയ്യുന്ന കാര്യമാണ്, ഇപ്പൊ എൻജോയ് ചെയ്യാം, എന്നെയൊന്നും മാറാൻ പോകുന്നില്ല, അതൊക്കെ വെറുതെയാണ്. എന്നാൽ അള്ളാഹു നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്താലും തൗബ ചെയ്യും, എന്നിലേക്ക് തിരിച്ച് മടങ്ങി വരും, ഞാൻ ക്ഷമിക്കുന്നവനാണ്. ഇത് അള്ളാഹു നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ? നമ്മളെ ഖുർആനിലൂടെ നമ്മളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തൗബ ചെയ്യൂ, എന്നിലേക്ക് മടങ്ങി വരും, ഞാൻ ക്ഷമിക്കുന്നവനാണ് എന്നൊക്കെ. അപ്പൊ മുത്മയിന്നയുടെ ആദ്യ ചുവട് എന്ന് പറയുന്നത് നിങ്ങളുടെ നെഫ്സിനെ കുറ്റപ്പെടുത്താതിരിക്കാം, അത് തിരിച്ചറിയാം. ഇന്ന് മുതൽ ചോദിക്കാം, ഇത് എന്റെ നെഫ്സിന്റെ ശബ്ദമാണോ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ എന്നുള്ളത് ചോദിക്കാം. നമ്മൾ പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മളായിട്ട് മിസ്റ്റേക്ക് പറ്റിയാലും അതിനുള്ള കാരണങ്ങൾ, എക്സ്ക്യൂസസ് കണ്ടെത്താൻ എളുപ്പമാണ്. നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ പോലും, ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന് പോലും എക്സ്ക്യൂസസ് കണ്ടെത്തും. എന്റെ ജീവിതം ഇങ്ങനെ ആയത് ഇന്ന ആളുകളെ കൊണ്ടാണ്, ഞാനിപ്പോ ഇങ്ങനെ ജീവിക്കുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, എനിക്ക് ഇതിലേറെ കഴിവുണ്ടായിരുന്നു പക്ഷെ മക്കളൊക്കെ ആയില്ല, ഇനി എങ്ങോട്ടാണ്. ഇങ്ങനെ നമ്മൾ എല്ലാത്തിനും ഓരോ കാരണം കണ്ടെത്താണ്. എല്ലാ കാരണങ്ങളും തീർന്ന ഒരു ദിവസം നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് വരില്ല എന്നതാണ് സത്യം, അല്ലെ? ഞാൻ എന്നും പറയുന്ന പോലെ ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളെ കണ്ടെത്താം. ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നീന്താൻ, സ്വപ്നങ്ങളിലേക്ക് അടുക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ: എനിക്കത് വേണം, എനിക്കിത് ചെയ്യണം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് സെൽഫ് അവയർനെസിന്റെ ടാസ്ക് മൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ നെഫ്സിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ്? മടുപ്പാണോ, കോപാണോ, അസൂയാണോ, ഫോൺ അഡിക്ഷൻ ആണോ, അമിത ചിന്തയാണോ? ഇങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഓരോരുത്തരുടെ നെഫ്സിന്റെ ഏറ്റവും വലിയ ദൗർബല്യം, വീക്ക്നെസ് എന്താണ്? അള്ളാഹുവിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ അകറ്റുന്ന ശീലം ഏതാണ്? ഞാൻ ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റ് എന്താണ്? അടുത്ത 30 ദിവസത്തിൽ ഞാൻ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലം എന്താണ്? ഈ കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഇന്നത്തെ ചലഞ്ചാണ് 2 റക്അത്ത് തൗബ നിസ്കാരം അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരം. ഇന്നലത്തെ പോലെ തന്നെ 100 ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അളീം വഅതൂബു ഇലൈഹി. 10 മിനിറ്റ് ഖുർആന്, 30 മിനിറ്റ് സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് എന്ന് വെച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ
നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തിൽ ഒരു 30 മിനിറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാം. എന്റെ നെഫ്സല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ഞാൻ പിന്തുടരുന്നത്. ഇതൊരു 10 പ്രാവശ്യം എഴുതുക അല്ലെങ്കിൽ പറയാം. ഇനി മുതൽ നമ്മൾ നമ്മളെ ഇഷ്ടങ്ങളെ അല്ല, എന്താണ്, അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശമാണ്. എനിക്ക് ജീൻസും ടോപ്പും ഇട്ട് നടക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. എനിക്ക് ആളുകളുടെ ഇടയിൽ പോയാണ്ട് ഈ ടൂർ പോകാനും ആണുങ്ങളില്ലാതെ അല്ലെങ്കിൽ ആണുങ്ങളുടെ ഇടയിൽ പോയി സംസാരിക്കാനൊക്കെ ഇഷ്ടം, പക്ഷെ അള്ളാഹിന്റെ മാർഗനിർദ്ദേശം അതിനെതിരായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് സമയം കളയാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഈ രീതിയിൽ അല്ലെ നമ്മളെ ജീവിതം എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. അള്ളാഹ്ക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു. ഇങ്ങനെ എ- എന്റെ നെഫ്സ് പറയുന്നതല്ല ഇനി മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഇനി നമ്മളെ നഫ്സുൽ അമ്മാറ വഴി തെറ്റിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടേ? അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ? എന്നാ ഞാൻ ചെയ്യും. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ല, എന്നാ ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ പറയും ഈ ക്രേവിങ്സ് അല്ലെ, ആക്രാന്തം, ആഗ്രഹം, ഇഷ്ടം, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. പക്ഷെ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്? ഇത് അള്ളാഹ്ക്ക് കുഴപ്പമുണ്ടോ? അള്ളാഹ് ഇതിനെന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ? ഇല്ല, ഓക്കെ, എന്നാ എനിക്കത് ചെയ്യാം. ഓക്കെ, ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ജീവിക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ ഹലാലായ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സുന്നത്തുകളും ഹലാലുകളും മാത്രം ഉൾപ്പെടുത്തുക. അപ്പോഴാണ് നമ്മൾ നഫ്സുൽ മുത്മയിന്നയിലേക്ക് എത്താനുള്ള ചുവടുകൾ വെക്കുന്നത്. കണ്ണടച്ച് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ടം ആരോടാണ്? ഷെയ്ത്താനോടാണോ? ആളുകളോടാണോ? അതോ എന്റെ സ്വന്തം നഫ്സിനോടാണോ? പലപ്പോഴും ഷെയ്ത്താന് ഒരു ചിന്ത ഇട്ട് തരുള്ളൂ, ബാക്കി നമ്മളാണ് ആ ചിന്തയിലൂടെ കയറി പോകുന്നത് അല്ലെ. ഷെയ്ത്താൻ ജസ്റ്റ് ഒന്ന് ആ ആള് നോക്കിയത് ശരിയില്ലാത്തൊരു നോട്ടാണോ, അല്ലെങ്കിൽ അവൻ എന്താ ഇപ്പൊ ഒന്നും മിണ്ടാതെ പോയത്, ബാക്കിയുള്ളത് നമ്മൾ ചിന്തിച്ചു കൂട്ടും. അപ്പം ഷെയ്ത്താൻ ഇങ്ങനെ നമ്മളെ പേടിപ്പിക്കാനായിട്ട് പല രീതികളും നോക്കും. എസ്പെഷ്യലി നമ്മൾ നന്നാവാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കുന്ന സമയത്ത് ഷെയ്ത്താന്റെ ഉപദ്രവം നന്നായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ അതിനേക്കാൾ കഴിവുള്ളവനായ അള്ളാഹുവിനെയാണ് നമ്മൾ കൂട്ടുപിടിച്ചത്, അള്ളാഹുവിനിലാണ് നമ്മൾ അർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നീട് ഷെയ്ത്താനിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ടം ആരോടാണ്? ഷെയ്ത്താനോടാണോ? ആളുകളോടാണോ? അതോ എന്റെ നെഫ്സിനോടാണോ? പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ എന്തോ ഒരു മടി. ആ മടി നെഫ്സാണ്. ഓക്കെ, ആ നെഫ്സിന്റെ മടിയെ നമ്മൾ മാറ്റിവെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നെഫ്സിനെ ജയിക്കാതെ ഈ ലോകത്തുള്ള എന്തിൽ ജയിച്ചാലും യഥാർത്ഥ വിജയം ലഭിക്കാൻ പോകുന്നില്ല. മുത്മയിന്നയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് തന്നെ നെഫ്സിനെ തിരിച്ചറിയുന്നതിലൂടെയാണ്. ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ ഉള്ളിലെ നഫ്സുൽ അമ്മാറെ നഫ്സുൽ മുത്മയിന്നയിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടാതെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇനിയും ഈ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ലേഡീസ് ഓൺലിയാണ്, സ്ത്രീകൾക്ക് മാത്രമായിട്ട് നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാൻ, ഓരോ മാസവും വരുന്ന കോഴ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതിൽ കയറുക. വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇൻഷാ അല്ലാ നമുക്ക് അവിടെ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.